നമസ്കാരം, സ്പോർട്സ് പ്രേമികൾക്ക് കേരള കിക്ക് ഓഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വെറുമൊരു മാച്ച് റിപ്പോർട്ടല്ല, മറിച്ച് മത്സരത്തിന്റെ ടാക്ടിക്കൽ അനാലിസിസ് നിങ്ങൾക്ക് കൃത്യമായും ചുരുക്കത്തിലും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കോച്ചിന്റെ പോസ്റ്റ് മാച്ച് റെസ്പോൺസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന വിവരങ്ങൾക്കുമായി ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നലെ എത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന മാഞ്ചസ്റ്റർ ഡെർബിയിൽ മാഞ്ചസ്റ്റർ സിറ്റി തങ്ങളുടെ ചിരവൈരികളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ 3-0 കമാൻഡിംഗ് വിജയം നേടി. തുടർച്ചയായ 2 തോൽവികൾക്ക് ശേഷം സിറ്റിയുടെ സീസണിന് ഇത് പുത്തൻ ഉണർവ് നൽകി. കളി തുടങ്ങിയത് ഒരു ഇലക്ട്രിക് എനർജിയിലാണ്. 2 ടീമുകളും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും സിറ്റി പെട്ടെന്ന് തന്നെ അവരുടെ റിഥം കണ്ടെത്തി. യുവത്വത്തിന്റെ ഊർജ്ജവും ക്ലിനിക്കൽ ഫിനിഷിംഗും ഒരുമിച്ചപ്പോൾ യുണൈറ്റഡിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പെപ് ഗ്വാർഡിയോളയുടെ ആദ്യ 11-ൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായിരുന്നു. ജെറമി ഡോഗുവിന് വിങ്ങിൽ ഒരു കീ റോൾ നൽകി. അത് ടീമിന് പേസും ക്രിയേറ്റിവിറ്റിയും നൽകി. എപ്പോഴും അപകടകാരിയായ ഫിൽ ഫോർഡിന് ലഭിച്ച സ്റ്റാർട്ട് നിർണായകമായി മാറുകയും ചെയ്തു. യുണൈറ്റഡിനു വേണ്ടി റൂബൻ അമോറിമിന് കീഴിൽ പ്രീമിയർ ലീഗിൽ അരങ്ങേറ്റം കുറിച്ച ഗോൾ കീപ്പർ അൽതായ് ബൈന്ദറിന് അതൊരു കടുത്ത ടെസ്റ്റായിരുന്നു. കളിയുടെ 18-ാം മിനിറ്റിൽ സിറ്റിയുടെ ആദ്യ ഗോൾ പിറന്നു. അത് അവരുടെ ഹൈ പ്രസിംഗും ഫ്ലൂയിഡ് അറ്റാക്കിംഗും എത്രത്തോളം മികച്ചതാണെന്ന് കാണിച്ചു തന്നു. ഡോഗുവിന്റെ ഡാസ്ലിംഗ് റൺ യുണൈറ്റഡ് പ്രതിരോധത്തെ കീറിമുറിച്ചു. ആദ്യം ബ്ലോക്ക് ചെയ്യപ്പെട്ട പന്ത് കൃത്യമായി ഫോർഡന്റെ അടുത്തേക്ക് എത്തി. മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന ഫോർഡൻ ഒരു പവർഫുൾ ഹെഡറിലൂടെ ബൈന്ദറിനെ മറികടന്ന് പന്ത് വലയിലെത്തിച്ചു. ഈ ഗോൾ സിറ്റിക്ക് മത്സരത്തിൽ മൊമെന്റം നൽകി. 2ാം പകുതിയിലാണ് കളിയുടെ ടാക്ടിക്കൽ നരേറ്റീവ് ശരിക്കും വെളിവായത്. എർലിംഗ് ഹാലൻഡ് 53-ാം മിനിറ്റിൽ സ്കോർ ഷീറ്റിൽ ഇടം നേടി. യുണൈറ്റഡ് താരത്തിന്റെ ത്രോ ഇൻ മിസ്ഹാൻഡിൽ ചെയ്തപ്പോൾ ഡോഗുവിന്റെ പാസ് കൃത്യമായി ഡിഫൻഡേഴ്സായ ഡി ലിക്റ്റിനും ഷോവിനുമിടയിൽ ഹാലൻഡിന് ലഭിച്ചു. നോർവീജിയൻ സ്ട്രൈക്കർ പന്ത് അതിവേഗം മുന്നോട്ട് വന്ന ഗോൾ കീപ്പർ ബൈന്ദറിന് മുകളിലൂടെ ചിപ്പ് ചെയ്ത് ടീമിന്റെ ലീഡ് 2ആക്കി. മിനിറ്റുകൾക്ക് ശേഷം ഹാട്രിക്ക് നേടാൻ ഹാലൻഡിന് അവസരം ലഭിച്ചെങ്കിലും ആ ശക്തമായ ഷോട്ട് പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോയി. യുണൈറ്റഡിന്റെ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചത് 68-ാം മിനിറ്റിലായിരുന്നു. ബെർണാഡോ സിൽവ ഹാരി മെഗ്വയറിന്റെ അശ്രദ്ധമായ പാസ് ഇന്റർസെപ്റ്റ് ചെയ്ത് ഹാലൻഡിന് നൽകി. പന്ത് സ്വീകരിച്ച ഹാലൻഡ് തന്റെ 2ാം ഗോൾ നേടി സിറ്റിയുടെ വിജയം റൂത്ത്ലെസ് എഫിഷ്യൻസിയോടെ ഉറപ്പിച്ചു. കളി അവസാനിക്കാറായപ്പോൾ ഗ്വാർഡിയോള, നാഥനക്കയും ഓസ്കാർ ബോബും ഉൾപ്പെടെയുള്ള താരങ്ങളെ കളത്തിലിറക്കി. സിറ്റി 5-4-1 എന്ന ഡിഫൻസീവ് ഫോർമേഷനിലേക്ക് മാറി. ഇത് യുണൈറ്റഡിന്റെ തിരിച്ചുവരവിനുള്ള ശ്രമങ്ങളെ തടഞ്ഞു. കാസമിറോയും സിർക്സിയും ഉൾപ്പെടെ യുണൈറ്റഡിന്റെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ കാര്യമായ മാറ്റങ്ങളുണ്ടാക്കിയില്ല. മാഞ്ചസ്റ്റർ സിറ്റിക്കായി നിരവധി താരങ്ങൾ മികച്ച പ്രകടനം പുറത്തെടുത്തു. ഹാലൻഡിന്റെ ക്ലിനിക്കൽ ഫിനിഷിംഗും റിലൻലെസ് പ്രഷറും നിർണായകമായിരുന്നു. ഫോർഡന്റെ ഇന്റലിജന്റ് മൂവ്മെന്റും നിർണായക ഗോളും അദ്ദേഹത്തിന്റെ ഫോമിലേക്കുള്ള റിട്ടേൺ സൂചിപ്പിച്ചു. മറുവശത്ത് അമത്തൈലോയെപ്പോലുള്ള ചില താരങ്ങൾക്ക് നല്ല നിമിഷങ്ങൾ ലഭിച്ചെങ്കിലും യുണൈറ്റഡിന് സിറ്റിയുടെ ഡൊമിനൻസിനെ വെല്ലുവിളിക്കാൻ ആവശ്യമായ പ്രസിഷനും ടെമ്പോയും ഇല്ലാതെ പോയി. മത്സരശേഷം തുടർച്ചയായ തോൽവികൾക്ക് ശേഷം ടീം മികച്ച രീതിയിൽ റെസ്പോണ്ട് ചെയ്തതിൽ പെപ് ഗ്വാർഡിയോള സന്തോഷം രേഖപ്പെടുത്തി. ടീമിന്റെ അച്ചടക്കത്തെയും അറ്റാക്കിംഗ് പ്രൊവസിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. റൂബൻ അമോറിം തോൽവിയിൽ നിരാശനായിരുന്നെങ്കിലും ഒരു ടോപ്പ് ക്ലാസ് ടീമിനെതിരെ തന്റെ ടീം നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കുകയും ഭാവിയിൽ തങ്ങളുടെ തന്ത്രങ്ങൾ റീഫൈൻഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു. ചുരുക്കത്തിൽ, ഈ മാഞ്ചസ്റ്റർ ഡെർബി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടാക്ടിക്കൽ ഷാർപ്നെസ്, ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, കളക്റ്റീവ് ടീം പ്ലേ എന്നിവയുടെ മികച്ച ഉദാഹരണമായിരുന്നു. ഈ വിജയം സീസണിന്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് ആത്മവിശ്വാസം നൽകി. അതേസമയം യുണൈറ്റഡിന് മിസ് ചെയ്ത ചാൻസുകളെക്കുറിച്ചും ഡിഫൻസീവ് ലാപ്സുകളെക്കുറിച്ചും ചിന്തിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഈ കടുത്ത റൈവൽറിയിൽ അവർക്ക് കനത്ത വില നൽകേണ്ടി വന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ മാച്ചിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ കുറിക്കൂ. കൂടുതൽ ഫുട്ബോൾ വിശകലനത്തിനായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.